എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഡോക്ടർ ദിവ്യ എസ് അയ്യരെക്കുറിച്ചാണ്. ഒരു 2 ദിവസം മുമ്പായി മാഡം നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ്. വളരെ ദുഃഖം തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ച വാക്കുകളായിരുന്നില്ല അന്നത്തെ ആ ഒരു വിഴിഞ്ഞൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഫംഗ്ഷനിൽ നടത്തിയ പ്രസ്താവനകൾ. വളരെ ദുഃഖം തോന്നി. 3.5 വർഷം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചതായി മാഡം പറഞ്ഞു. മാഡം ഇപ്പോൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞം പ്രോജക്ട്സ്, അതിൻ്റെ തുടക്കം ആരായിരുന്നു കുറിച്ചത്, അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ആരായിരുന്നു ഒന്ന് ഓർത്താൽ നന്നായിരിക്കുമായിരുന്നു. വിവരാവകാശ വകുപ്പുമായി മാഡം ഒന്ന് ബന്ധപ്പെട്ട് 3.5 വർഷത്തിന് ഉള്ളിൽ ഇവിടെ ഉണ്ടായ എന്ത് ഡെവലപ്മെൻറ്റ്സാണ്, അതിന് മുമ്പുണ്ടായ എന്ത് ഡെവലപ്മെൻറ്റ്സാണ് എന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തുന്നതും ഉചിതമായിരിക്കും. ഇവിടെ 3.5 വർഷത്തിനുള്ളിൽ നടന്നത് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ അക്കമിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്, വളരെ ഷോർട്ടായിട്ട് പറയാം. 1.5 ലക്ഷം കോടി രൂപ കടത്തിലുണ്ടായിരുന്ന ഈ സ്റ്റേറ്റ്സിന് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ എത്തിപ്പിച്ച വലിയ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അച്ചീവ്മെൻറ്റ് നമ്പർ 1. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളിഷാപ്പുകൾ ഓപ്പൺ ചെയ്യാനും മദ്യശാലകൾ ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന ആൾക്കാരെ വാർത്തെടുത്ത ഒരു പ്രധാന ശക്തിയും കൂടെയാണ് ഈ ഭരണപക്ഷം. അതിനുമുപരി ഇപ്പോൾ കേൾക്കുന്നത് എല്ലാ IT മേഖലകളിലും കൗണ്ടർ തുറന്നു കൊടുക്കുന്നത്, ഈ മദ്യം ഒഴിക്കാനുള്ള കൗണ്ടർ തുടങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിലും സ്റ്റാർ മോഡൽ കള്ളിഷാപ്പും നടത്താം. ഇതൊക്കെയാണ് നാം കേട്ടിട്ടുള്ളത്. ഇതിനെയാണോ മാഡം ഇവിടുത്തെ വലിയ 3.5 വർഷം കൊണ്ട് മാറിപ്പോയ മാറ്റങ്ങളെന്ന് പറഞ്ഞു? ദുഃഖമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ സമയവും ഇത് കേൾക്കുന്നവരുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരെന്ത് പറഞ്ഞാലും കേരളം ഇന്നലകൾ എന്തായിരുന്നു, ആ ഹിസ്റ്ററിയിലോട്ട് നോക്കിയ ശേഷമായിരിക്കണം ഏതെങ്കിലും സദസ്സിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം എല്ലാവർക്കും ആവശ്യമാണ്. അത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. ആർക്കും എന്തും പറയാം, അതും ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. പക്ഷെ എന്താണ് പറയുന്നതെന്ന് ഒരു നിമിഷം മുൻപേ ആലോചിച്ചാൽ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ആവശ്യം ഈ പ്രസ്താവനകൾ, ഈ ഇടയ്ക്ക് നടത്തിയ പ്രസ്താവനകൾ, അതായത് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനകൾക്ക് മുമ്പുണ്ടായിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS മാഡത്തിനെയാണ് ഞങ്ങൾക്കിനിയും കാണേണ്ടത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ, കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇന്നും എന്നും താങ്കളെല്ലാവരും ബഹുമാനത്തോടെ കാണുകയുള്ളൂ. പക്ഷേ ഈ ബാലിശമായ
ഈ ചില പ്രസ്താവനകൾ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. സാധിച്ചാൽ ഇതിനെക്കുറിച്ചൊന്ന് ഒരു പുനർചിന്ത ചെയ്യുന്നത് നന്നായിരിക്കും. ബീങ് എ IAS ഓഫീസർ, മാഡം എപ്പോഴും ഇവിടെ കാണേണ്ടതാണ്. ഭരണം മാറി വരാം, മന്ത്രിമാർ മാറി വരാം, മുഖ്യമന്ത്രിമാർ മാറി വരാം. പക്ഷേ ഒരു IAS കേഡറിൽ വർക്ക് ചെയ്യുന്ന അവർ ഒരു പ്രത്യേക ലെവലിലുള്ളവരാണ്. എവിടെ പോയി എന്തു പറഞ്ഞാലും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും സാധിക്കുന്നവരാണ്, വിദ്യാസമ്പന്നരാണ്. സോ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാലും. കേരളം 3.5 വർഷത്തിന് മുൻപ് ഇവിടെ എന്തായിരുന്നു, ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതൊരാവശ്യമാണ്. വിഴിഞ്ഞം പോർട്ട് അതൊരു പൊൻതൂവലായി കാണേണ്ട കാര്യമില്ല. പിണറായി വിജയൻ്റെ പൊൻതൂവലല്ല, അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പൊൻതൂവലാണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. മാഡത്തിന് വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ നാട്ടുകാരിയാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എല്ലാവർക്കും മാഡത്തിന് നല്ലത് വരട്ടെ, നല്ല ആരോഗ്യം തരണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.